ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ പരിപ്പ് കറിയാണ്. നല്ല അടിപൊളി ടേസ്റ്റിയിൽ സ്പെഷ്യലായി വെക്കുന്ന പരിപ്പ് കറി റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. പിന്നെ ഷെയർ, ലൈക്ക് ഇതൊക്കെ ചെയ്യാം. അപ്പം നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഈ പരിപ്പ് കറിയിൽ ഞാൻ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ചീര, പച്ചച്ചീരയായിട്ട് ആഡ് ചെയ്യുന്നുള്ളത്. പരിപ്പിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഇല വർഗ്ഗം ഇട്ട് കൊടുത്താൽ, പാലക്ക്, പിന്നെ ചീര അല്ലെങ്കിൽ മറ്റേ ബസള അങ്ങനെയുള്ള എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇവിടെ ഞാനിപ്പം പച്ചച്ചീര വെച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നുള്ളത്. ഇനിയിപ്പം വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കലാണ്. ഇവിടെ ഞാനിപ്പോൾ 2 ഉള്ളി, 2 തക്കാളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, ഇതാണ് വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നല്ലോണം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്ത് ഇനി ഞാൻ കറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യലാണ്. അപ്പോൾ ഇതാ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ എണ്ണ ചൂടായതിന് ശേഷം ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ജീരകം നല്ല പൊട്ടി അതിൻ്റെ മണമൊക്കെ വന്നതിന് ശേഷം മുറിച്ച് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഉള്ളി ഇങ്ങനെ ഓവർ ഗോൾഡൻ ബ്രൗൺ കളർ അങ്ങനെയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. അപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. കട്ട് ചെയ്ത് വെച്ച ഒരു 3 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും റോസ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. അതും തന്നെ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നല്ലോണം വഴണ്ട് വന്ന് ഓവർ വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചമണം മാറിയിട്ട് ഒന്ന് കുക്കായാൽ മതി. അത്ര വരെ ഇത് വഴറ്റിയെടുക്കണ്ടു. അതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി റോസ്റ്റ് ചെയ്തതാണ്. പിന്നെ കുറച്ച് ജീരക പൗഡറും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ
ചീര ഞാൻ കട്ട് ചെയ്തെടുക്കലാണ്. അപ്പോൾ ഇതാ ചീരൻ്റെ ഇലകളെല്ലാം നല്ല വൃത്തിക്ക് കഴുകിയിട്ട് ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓവർ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞാക്കി പൊടി പൊടിയാക്കിയിട്ടൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പം വേവിച്ച പരിപ്പിനെ നമുക്ക് റോസ്റ്റ് ചെയ്ത മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്കായിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം കൂട്ടി ഒന്ന് കലക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം പരിപ്പൊക്കെ ഇങ്ങനെ വെന്ത് വരുമ്പം കുറച്ച് ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ചീര ചേർത്ത് കൊടുക്കാം. ഇലകൾക്കെല്ലാം ചെറിയ വേവേ കാണൂ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി, ഇല കുക്കായി കിട്ടും. അപ്പോൾ ചീരയും ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കാം. അപ്പം ഇതിലെ ഉപ്പ് ഇനി ശ്രദ്ധിക്കണം. നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ പരിപ്പ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. ഇലയിലും ചെറിയൊരു ഉപ്പിൻ്റെ അളവുണ്ട്. അപ്പം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വെച്ചിരിക്കും തോറും ഇത് ടൈറ്റ് ആകുന്നതാണ് പരിപ്പ്. അപ്പോൾ നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ പരിപ്പ് ചീരയും ഇട്ട് വെച്ച അടിപൊളി കറി റെഡിയായി. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയും കൂടിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.